വെൽക്കം ടു മൈ ചാനൽ ആൻ്റണി രാജു മാത്ത് ക്ലാസ്സസ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് 10ാം ക്ലാസ്സിലെ ചാപ്റ്റർ 1 അരിത്തമെറ്റിക് സീക്വൻസ് പാർട്ട് 2. എൻ്റെ പേര് ആൻ്റണി രാജു. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് പൊസിഷൻ ആൻഡ് ടേം റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഓൺ ഓൾജിബ്ര ഓഫ് അരിത്തമെറ്റിക് സീക്വൻസ്, സംസ് ഓഫ് ഫസ്റ്റ് n ടേംസ് ഓഫ് അരിത്തമെറ്റിക് സീക്വൻസ്. നമ്മളെ ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് ഓണിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ ടേംസ് ഇൻ 2 പൊസിഷൻസ് ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഇസ് ഗിവൺ. Write the first 5 terms of the sequence. 7th term is 17, 17th term is 7. നമ്മൾക്ക് തന്നിരിക്കുന്ന ഡാറ്റ ഒന്ന് അനലൈസ് ചെയ്യാം. 7th term is 17, 17th term is 7. അതായത് 7ാമത്തെ ടേം 17 ആണ്, 17ാമത്തെ ടേം 7 ആണ്. അപ്പോൾ 2 ടേംസ് തന്നിട്ടുണ്ട്, അവരുടെ പൊസിഷനും തന്നിട്ടുണ്ട്. T7 equal to 17, T17 equal to 7 and their positions are 7 and 17. ഇപ്പോൾ ഡിഫറൻസ് എടുക്കുമ്പോൾ ടേം ഡിഫറൻസ് ഞാൻ ആദ്യം എടുക്കുന്നത് T17 മൈനസ് T7, 7 മൈനസ് 17 ദാറ്റ്സ് ഇക്വൽ ടു -10. പൊസിഷൻ ഡിഫറൻസ് എന്ന് പറയുന്നത് 17 മൈനസ് 7 ദാറ്റ്സ് ഇക്വൽ ടു 10. ടേം ഡിഫറൻസും കിട്ടി, പൊസിഷൻ ഡിഫറൻസും കിട്ടി. ഇത് വെച്ച് നമുക്ക് കോമൺ ഡിഫറൻസ് കാണാൻ പറ്റും. കോമൺ ഡിഫറൻസ് ഈക്വൽ ടു ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്, ദാറ്റ് ഈസ് -10 ഡിവൈഡഡ് ബൈ 10. സോ ആൻസർ ഈക്വൽ ടു -1. അപ്പോൾ നമുക്ക് കോമൺ ഡിഫറൻസ് -1 എന്ന് കിട്ടി. നമുക്ക് കാണേണ്ടത് ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ ഫസ്റ്റ് 5 ടേംസ് ആണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഫസ്റ്റ് ടേം കാണണം. അപ്പോൾ ഞാൻ നേരത്തെ എടുത്ത അതേ ഇക്വേഷൻ ഒന്നും കൂടി ചെയ്യുകയാണ്. T7 എനിക്കറിയാം, 17, T1 അറിയില്ല. രണ്ടുപേരുടെയും പൊസിഷൻസ് അറിയാം, 7ഉം 1ഉം. സോ കോമൺ ഡിഫറൻസ് -1. അപ്പോൾ -1 ഈസ് ഈക്വൽ ടു ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ടേം ഡിഫറൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? പൊസിഷൻ ഡിഫറൻസ് ഇൻറ്റു കോമൺ ഡിഫറൻസ്. അതാണ് ഞാൻ അവിടെ എഴുതിയിരിക്കുന്നത്. T7 മൈനസ് T1 ഇസ് ഈക്വൽ ടു പൊസിഷൻ ഡിഫറൻസ് ഇൻറ്റു കോമൺ ഡിഫറൻസ്. അപ്പോൾ നമുക്ക് ടേം ഡിഫറൻസ് എന്ന് പറയുന്നത് 17 മൈനസ് T1 എന്ന് തന്നെ ഇടാം. ദാറ്റ് ഇസ് ഈക്വൽ ടു 6 ഇൻറ്റു -1. 17 മൈനസ് T1 ഈക്വൽ ടു -6. T1 എന്ന് പറയുന്നത് 17 പ്ലസ് 6 23. ഫസ്റ്റ് ടേം കിട്ടി. നെക്സ്റ്റ് 4 ടേംസ് കാണാൻ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ മതി. ഇപ്പോൾ 23, 22, 21, 20, 19 എന്നിങ്ങനെ ഫസ്റ്റ് 5 ടേംസ് നമുക്ക് കിട്ടും. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. നമ്മൾ ഈ കാറ്റഗറിയിൽ പൊസിഷൻ ആൻഡ് ടേമിൽ വരുന്ന രണ്ടാമത്തെ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണിത്. ഒരു ടേം തരും, അത് തന്നിരിക്കുന്ന അരിത്തമെറ്റിക് സീക്വൻസിലാണോ അല്ലയോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. നമ്മളുടെ ക്വസ്റ്റ്യനിൽ ഈസ് 101 ഈസ് എ ടേം ഓഫ് അരിത്തമെറ്റിക് സീക്വൻസ് 13, 24, 35 എക്സെട്ര. അപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ ആദ്യം അതിൽ നിന്നും നമുക്ക് കിട്ടാവുന്ന ഡാറ്റ കളക്ട് ചെയ്യാം. അതായത് ഫസ്റ്റ് ടേം 13 ആണെന്ന് അറിയാം, കോമൺ ഡിഫറൻസ് കാണാൻ പറ്റും 24 മൈനസ് 13 ദാറ്റ് ഈസ് ഈക്വൽ ടു 11. അപ്പോൾ ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ ഉപയോഗിച്ച അതേ ഇക്വേഷൻ തന്നെ ഉപയോഗിച്ച് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ 101നെ ഞാനൊരു nth ടേമായിട്ട് എടുത്തു. Tn ഈസ് ഈക്വൽ ടു 101. ഫസ്റ്റ് ടേം T1 ആയിട്ട് എടുത്തു, T1 ഈക്വൽ ടു 13. സോ ടേം ഡിഫറൻസ് എന്ന് പറയുന്നത് 101 മൈനസ് 13 ദാറ്റ് ഈസ് ഈക്വൽ ടു 88. പക്ഷേ പൊസിഷൻ ഡിഫറൻസ് കാണാൻ പറ്റില്ല, കാരണം Pn എത്രയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ n-1 തന്നെ ഇടുക. ദെൻ നമ്മൾ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുക. അപ്പോൾ 11 ഈസ് ഈക്വൽ ടു ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് ദാറ്റ് ഈസ് ഈക്വൽ ടു 88 ബൈ n-1 എന്ന് കിട്ടും. അപ്പോൾ ഈ n-1ലെ എന്നിനെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് പൊസിഷൻ കാണാം. അതിന് വേണ്ടിയിട്ട് ഞാൻ n-1നെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോവാം. സോ 88 ഡിവൈഡഡ് ബൈ 11 എന്ന് നമുക്ക് കിട്ടും. n-1 is equal to 88 divided by 11. That is equal to 8. n is equal to 8 plus 1. That is equal to 9. അതായത് 101 എന്ന് പറയുന്നത് ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ 9th ടേം ആണ്. അപ്പോൾ ഇതുപോലെ ഏത് ചോദ്യം വന്നാലും നമ്മൾ nth ടേം ആയിട്ട് എടുത്ത് സോൾവ് ചെയ്യുക, ആ പൊസിഷൻ കണ്ടുപിടിക്കുക. നമ്മളുടെ മൂന്നാമത്തെ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ഇതിൽ ഒരു റിമൈൻഡർ ഉണ്ടാവും, ഒരു ഡിവിഷൻ ബൈ ഒരു നമ്പർ ഉണ്ടാവും. അപ്പോൾ ഈ മോഡൽ ക്വസ്റ്റ്യൻസ് സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. നമ്മളുടെ ക്വസ്റ്റ്യൻ ഇതാണ്: ഹൗ മെനി 3 ഡിജിറ്റ് നമ്പേഴ്സ് ആർ ദർ വിച്ച് ലീവ് റിമൈൻഡർ 3 ഓൺ ഡിവിഷൻ ബൈ 7? അപ്പോൾ എത്ര 3 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ട് നമ്മൾ 7 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 3 വരുന്നത്? അപ്പോൾ നമുക്ക് ആദ്യം 3 ഡിജിറ്റ് നമ്പേഴ്സ് എത്ര ഉണ്ടെന്ന് നോക്കാം, അല്ലേ? അത് 100ൽ സ്റ്റാർട്ട് ചെയ്യും, 999ൽ അവസാനിക്കും. അതിൽ 7 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 3 വരുന്നവരെയാണ് നമ്മളുടെ അരിത്തമെറ്റിക് സീക്വൻസിലേക്ക് എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ വരുന്നത് 100 ഡിവൈഡ് ബൈ 7 ഒന്ന് ചെയ്ത് നോക്കുക. എനിക്ക് കോഷ്യൻ്റ് 14 കിട്ടി, റിമൈൻഡർ 2 കിട്ടി. റിമൈൻഡർ എനിക്ക് 3 ആണ് വേണ്ടത്. സോ ഞാൻ 100ന് പകരം 101 എടുത്തു.
101 ഡിവൈഡ് ബൈ 7 ചെയ്യുമ്പോൾ കോഷ്യൻ്റ് 14, റിമൈൻഡർ 3 കിട്ടി. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ടേം ഓഫ് അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത് 101 ആണ്. അതുപോലെ തന്നെ എനിക്ക് ലാസ്റ്റ് ടേം കാണണം. ഞാൻ 999 7 വെച്ച് ഡിവൈഡ് ചെയ്തു. അപ്പോൾ എനിക്ക് കോഷ്യൻ്റ് 142 എന്നും റിമൈൻഡർ 5 എന്നും കിട്ടി. അപ്പോൾ നമുക്ക് റിമൈൻഡർ 3 വേണ്ടേ. സോ ഞാൻ 2 കുറച്ചു, 997 ഡിവൈഡ് ബൈ 7 ചെയ്ത് നോക്കി. അപ്പോൾ ഇവിടെ കോഷ്യൻ്റ് 142 റിമൈൻഡർ 3 കിട്ടി. ദാറ്റ് മീൻസ് 997 ആണ് എൻ്റെ ലാസ്റ്റ് ടേം. അപ്പോൾ ലാസ്റ്റ് ടേം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ അരിത്തമെറ്റിക് സീക്വൻസിൽ എത്ര ടേം ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ഇത്രയും ചെയ്താൽ മതി. ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് അരിത്തമെറ്റിക് സീക്വൻസിലെ എത്രാമത്തെ ടേമാണ് നമ്മൾ കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് Tn is equal to 997 എടുക്കുക. T1 നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു 101 ആണ്. അപ്പോൾ Tn മൈനസ് T1 എത്രയാണെന്ന് കാണാം. 997 മൈനസ് 101. ആൻഡ് അതുപോലെ തന്നെ പൊസിഷൻ ഡിഫറൻസ് നമ്മൾ എടുക്കണം. അപ്പോൾ പൊസിഷൻ നമുക്ക് ഒരാളുടെ പൊസിഷൻ അറിയില്ല, മറ്റാളുടെ പൊസിഷൻ 1 ആണെന്ന് അറിയാം. അപ്പോൾ n-1 എന്ന് നമ്മൾ എടുക്കും. അപ്പോൾ നമ്മൾക്കിവിടെ Tn മൈനസ് T1 കിട്ടുന്നത് 896 ആണ്. ആൻഡ് പൊസിഷൻ ഡിഫറൻസ് എന്ന് പറയുന്നത് n-1 ആണ്. അപ്പോൾ നമുക്ക് ടേം ഡിഫറൻസും കിട്ടി, പൊസിഷൻ ഡിഫറൻസും കിട്ടി. ദെൻ നമ്മൾ കാണേണ്ടത് കോമൺ ഡിഫറൻസ്. അപ്പോൾ അതുമായിട്ട് ഇക്വേറ്റ് ചെയ്യാണ്. കോമൺ ഡിഫറൻസ് ഈക്വൽ ടു ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. പക്ഷേ ഇതിൽ 7ൻ്റെ മൾട്ടിപ്പിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ കോമൺ ഡിഫറൻസ് ഈസ് 7. ഹെൻസ് 7 is equal to 896 ഡിവൈഡ് ബൈ n-1. അപ്പോൾ n-1 എന്ന് പറയുന്നത് എന്തായിരിക്കും? 896 ഡിവൈഡഡ് ബൈ 7 അല്ലേ. സോ 128 എന്ന് കിട്ടി. അപ്പോൾ n is equal to 128 plus 1, 129. അപ്പോൾ 997 എന്ന് പറയുന്നത് 129th ടേമാണ്. ദാറ്റ് മീൻസ് ഈ അരിത്തമെറ്റിക് സീക്വൻസിൽ 129 ടേംസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഈ മോഡൽ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുന്നത്. ഈ മോഡൽ ക്വസ്റ്റ്യൻസ് സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചധികം ക്വസ്റ്റ്യൻസ് ഇതേപോലെ പ്രാക്ടീസ് ചെയ്യണം. നമ്മളുടെ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഓൾജിബ്ര ഓഫ് അരിത്തമെറ്റിക് സീക്വൻസ്. അതായത് ഒരു അരിത്തമെറ്റിക് സീക്വൻസിന് ഒരു ഓൾജിബ്രിക് എക്സ്പ്രഷൻ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. nth ടേം എന്ന് പറയുന്നത് f+n-1 × d ആയിരിക്കും. നമ്മളിപ്പോൾ നേരത്തെ വന്നിരിക്കുന്ന ഓരോ കേസുകൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സെക്കൻഡ് ടേം എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം പ്ലസ് കോമൺ ഡിഫറൻസ്, തേർഡ് ടേം എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം പ്ലസ് 2 ടൈംസ് കോമൺ ഡിഫറൻസ്. അപ്പോൾ അങ്ങനെ ചെയ്തു പോകുന്നതുകൊണ്ട് തന്നെ f+n-1 × d എന്ന് പറയാം. അതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ f-d + nd എന്ന് എഴുതാം. എന്തിനാ അങ്ങനെ റീഅറേഞ്ച് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനെ വേറൊരു ഫോമിൽ എഴുതാൻ വേണ്ടിയിട്ടാണ്. xn = an + b. അപ്പോൾ നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ an എന്ന് പറയുന്നിടത്ത് കിടക്കുന്നത് nd, ബീൻ്റെ സ്ഥാനത്ത് കിടക്കുന്നത് f-d അല്ലേ. അപ്പോൾ a എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസിന് ഈക്വൽ ആയിരിക്കും, b എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം മൈനസ് കോമൺ ഡിഫറൻസിന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഒരു അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ഓൾജിബ്രിക് ഫോം ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഞാൻ ഒരു എക്സാമ്പിൾ എടുത്തിട്ടുണ്ട്. ദ ക്വസ്റ്റ്യൻ ഈസ് റൈറ്റ് ദ ഓൾജിബ്രിക് ഫോം ഓഫ് അരിത്തമെറ്റിക് സീക്വൻസ് 1, 4, 7, 10. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ അതിൽ തന്നിരിക്കുന്ന ഡാറ്റ ആദ്യം എടുത്തെഴുതാം. ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 1 ആണ്. കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 4 - 1, ദാറ്റ് ഈസ് 3. നമുക്ക് ഫസ്റ്റ് ടേം കിട്ടി, കോമൺ ഡിഫറൻസ് കിട്ടി. ഇതിനെ ഓൾജിബ്രിക് ഫോമിലേക്ക് എഴുതണം. എൻ്റെയും ബീൻ്റെയും, അതായത് ആ 2 വേരിയബിൾസിൻ്റെ സമ്മായിട്ട് എഴുതണം. എ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടു, ഡി തന്നെയാണ്, കോമൺ ഡിഫറൻസ് തന്നെയാണ്. അപ്പോൾ a is equal to 3. ബി കാണാനായിട്ട് ഫസ്റ്റ് ടേം മൈനസ് കോമൺ ഡിഫറൻസ് ചെയ്താൽ മതി. സോ 1 - 3 ദാറ്റ് ഈസ് ഈക്വൽ ടു -2. ഇനി വരെ നമ്മൾ ഓൾജിബ്രിക് ഫോമിലേക്ക് മാറ്റി എഴുതണം. xn = an + b എന്ന് പറയുന്ന ഫോമിലേക്ക്. സോ എൻ്റെ സ്ഥാനത്ത് നമ്മൾ 3 ഇടും, ബീൻ്റെ സ്ഥാനത്ത് നമ്മൾ -2 ഇടും. xn = 3n-2. ഈ ഓൾജിബ്രിക് ഫോം അറിയാമെങ്കിൽ നമുക്ക് അരിത്തമെറ്റിക് സീക്വൻസിലെ ഏത് ടേം വേണമെങ്കിലും കണ്ടുപിടിക്കാം. ഇപ്പോൾ ഞാൻ n-ന് 3 കൊടുക്കുകയാണെങ്കിൽ ഐ വിൽ ഗെറ്റ് 7, ദാറ്റ് ഈസ് തേർഡ് ടേം. അതുപോലെ ഏത് ടേം വേണമെങ്കിലും. നമ്മളുടെ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് സംസ്. ദ സം ഓഫ് എനി നാച്ചുറൽ നമ്പർ സ്റ്റാർട്ടിങ് വിത്ത് 1 ഈസ് ഹാഫ് ദ പ്രൊഡക്റ്റ് ഓഫ് ലാസ്റ്റ് നമ്പർ ആൻഡ് നെക്സ്റ്റ് നാച്ചുറൽ നമ്പർ. നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. നമുക്കൊരു സം ഓഫ് n നാച്ചുറൽ നമ്പർ കാണണം. അപ്പോൾ 1 + 2 + 3 + up to n. ഇത് കാണാനായിട്ട് n ആണ് എൻ്റെ ലാസ്റ്റ് നമ്പർ. അപ്പോൾ n × നെക്സ്റ്റ് നാച്ചുറൽ നമ്പർ എന്ന് പറയുന്നത് എന്താ? n+1. അപ്പോൾ n × n+1/2 ആയിരിക്കും അതിൻ്റെ സം. അപ്പോൾ ലാസ്റ്റ് നമ്പർ ഈസ് n, നെക്സ്റ്റ് നാച്ചുറൽ നമ്പർ ഈസ് n+1. ഇതുപോലെ ഏത്
1ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഏത് നാച്ചുറൽ നമ്പറിൻ്റെ സെറ്റിന് നമുക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് ഇനി എങ്ങനെയാണ് അരിത്തമെറ്റിക് സീക്വൻസിലേക്ക് നമുക്ക് യൂസ്ഫുൾ ആയിരിക്കുക നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാനൊരു അരിത്തമെറ്റിക് സീക്വൻസിന് എനിക്ക് ഏത് ഫോമിൽ എഴുതാം? xn = an + b എന്ന് പറയുന്ന ഫോമിൽ എഴുതാം. സോ സം ഓഫ് ഫസ്റ്റ് n ടേംസ് ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത് x1 + x2 + x3 അങ്ങനെ xn ടേംസിൻ്റെ സമ്മായിരിക്കും. ഇതിൻ്റെ റൈറ്റ് സൈഡിൽ എഴുതിയിരിക്കുന്ന അനലൈസ് ചെയ്യുകയാണെങ്കിൽ ½ × n × n + 1 + nb എന്നാണ് കിടക്കുന്നത്. അതായത് അതെങ്ങനെയാണ് വന്നതെന്ന് നമുക്ക് നോക്കാം. എക്സിന് ഞാൻ 1 കൊടുക്കുമ്പോൾ a + b കിട്ടും. എക്സിന് 2 കൊടുക്കുമ്പോൾ a2 + b. എക്സിന് 3 കൊടുക്കുമ്പോൾ a3 + b. അപ്പോൾ ആ എൻ്റെ കോഎഫിഷ്യൻ്റ് നാച്ചുറൽ നമ്പേഴ്സാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സം എത്രയാണ്? n × n + 1/2. അപ്പോൾ നമ്മൾ n ടേംസ് ആഡ് ചെയ്യുമ്പോൾ ഈ എൻ്റെ കോഎഫിഷ്യൻ്റ് അതായത് ഈ നാച്ചുറൽ നമ്പേഴ്സ് ആഡ് ചെയ്യും. സോ അതിൻ്റെ സം എന്ന് പറയുന്നത് n × n + 1/2 എന്ന് കിട്ടും. അതാണ് ഗ്രീൻ കളറിൽ റൈറ്റ് സൈഡിൽ കാണുന്നത്. എൻ്റെ കോഎഫിഷ്യൻ്റായിട്ട് n × n + 1/2. ഇനി ബീൻ്റെ കോഎഫിഷ്യൻ്റായിട്ട് n മാത്രമേ ഉള്ളൂ. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ ടേംസ് എടുക്കുകയാണെങ്കിൽ അവിടെ b എന്ന് മാത്രമേ വരുന്നുള്ളൂ. സോ അവരെ സം ചെയ്യുമ്പോൾ n ടൈംസ് b വരും. അതാണ് nb എന്ന് വന്നിരിക്കുന്നത്. സോ സം ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് a × n × n + 1/2 + nb. അത് ഞാൻ റീഅറേഞ്ച് ചെയ്ത് ഇവിടെ എഴുതിയിരിക്കുന്നത് റൈറ്റ് സൈഡിൽ എഴുതിയിരിക്കുന്നത് ½ an × n + 1 + nb. നമുക്കതിനെ ഒന്നും കൂടി മാറ്റി എഴുതാം. ആ എന്നെ ഞാൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് അകത്തേക്ക് എടുക്കുകയാണ്. സോ അതെന്ത് വരും? ½ n × an + a + nbൻ്റെ അവിടെ ഞാൻ 2/2 എന്നിട്ടു. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അപ്പോൾ ½ n രണ്ടിടത്തും കോമൺ ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. രണ്ടിടത്തും നിങ്ങൾക്ക് ആ ഗ്രീൻ കളറിൽ കാണാം n/2 എന്ന് രണ്ടിടത്തും കിടക്കുന്നുണ്ട്. സോ n/2 ഞാൻ കോമൺ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ബ്രാക്കറ്റിൻ്റെ അകത്ത് എന്തൊക്കെയാണ് വരിക? an + a + 2b അല്ലേ? ആ 2ഉം പിന്നെ ബിയും. ഇനി ആ ബീനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് b + b എന്ന് എഴുതാം. രണ്ടൊന്ന് റീഅറേഞ്ച് ചെയ്യാം. അപ്പോൾ ബ്രാക്കറ്റിൻ്റെ അകത്ത് വരുന്നത് an + b + a + b. അതായത് an + b എന്ന് പറയുന്നത് നമ്മളെ nth ടേം xn, a + b എന്ന് പറയുന്നത് നമ്മളുടെ ഫസ്റ്റ് ടേം x1. അപ്പോൾ എനിക്ക് എഴുതാം സം ഓഫ് ഫസ്റ്റ് n ടേംസ് ഓഫ് അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് ½ n xn + x1. അതായത് ½ n ലാസ്റ്റ് ടേം + ഫസ്റ്റ് ടേം. ഇപ്പോൾ ഒരു അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ സമ്മാണ് നമ്മൾ ഇത്രയും ചെയ്താൽ മതി. അതിൽ എത്ര ടേംസ് ഉണ്ട്? n ടേംസാണ് കാണുന്നുണ്ടെങ്കിൽ n/2 × ലാസ്റ്റ് ടേം + ഫസ്റ്റ് ടേം. അപ്പോൾ നമ്മൾക്ക് ഇതിൽ നിന്ന് വേറൊരു ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കാം. ലാസ്റ്റ് ടേം അതായത് nth ടേം എന്ന് പറയുന്നത് f + n - 1 × d എന്ന് എഴുതാം. ഫസ്റ്റ് ടേമിന് f എന്ന് എഴുതാം. സോ ബ്രാക്കറ്റിൻ്റെ അകത്ത് എന്ത് വരും? f + f ദാറ്റ് ഈസ് 2f + n - 1 × d. അപ്പോൾ എനിക്ക് രണ്ട് ഇക്വേഷൻ വെച്ച് സം ഓഫ് ഫസ്റ്റ് n ടേംസ് കാണാം. ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് n/2 × ലാസ്റ്റ് ടേം + ഫസ്റ്റ് ടേം. ആൻഡ് സെക്കൻഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് n/2 × 2f + n - 1 × d. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മൾ സം ഓഫ് ഫസ്റ്റ് ടേംസ് കാണാൻ യൂസ് ചെയ്യുന്നത്. ഇത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഓൺ നമ്മൾ അടുത്ത വീഡിയോയിൽ പഠിക്കും. അപ്പോൾ ഇന്ന് ഞാൻ പഠിപ്പിച്ച ടോപ്പിക്സ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. സബ്സ്ക്രൈബ് ദിസ് ചാനൽ ഫോർ മോർ വീഡിയോസ്. താങ്ക് യു.